പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് മാസം ഇന്ന് റജബ് 29 വ്യാഴാഴ്ചയാണ്. അപ്പോൾ പകരുപോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നമ്മളിലേക്ക് പരിപാവനമായ ശഅബാൻ മാസം കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ശഅബാൻ, ആ ശഅബാൻ മാസത്തെ എങ്ങനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം, ആ ശഅബാൻ മാസത്തിൻ്റെ മഹത്വം എന്താണ്, ആ ശഅബാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ ശഅബാനിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ശഅബാൻ മാസത്തിൻ്റെ പുണ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്കൊന്ന് പഠിച്ചാലോ? വിട പറയുന്ന അജബാകുന്ന റജബ്, കടന്നു വരുന്ന ഷറഫാകുന്ന ശഅബാൻ. അൽഹംദുലില്ലാ, റജബ് മാസത്തെ നമ്മൾ എങ്ങനെയാണ് യാത്രയാക്കേണ്ടത്, ശഅബാൻ മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടുവന്നാലോ? ശഅബാൻ മാസത്തിൻ്റെ ഒരു 7 പ്രത്യേകതകളുണ്ട്. മഹത്തുക്കൾ അതൊക്കെ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. 7 പ്രത്യേകതയുള്ള മാസമാണ് ശഅബാൻ. 7 അല്ല കേട്ടോ, ഒരുപാടുണ്ട്. 7 പ്രത്യേകതകൾ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പതിവാക്കിയ ഒരു ദുആ, ആ ദുആ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇരുലോകത്തിലുള്ള ജീവിതം അത് വിജയത്തിലാണ്. ദുനിയാവും ആഖിറവും വിജയിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദുആ ഏതാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു പേര് അത്ഭുതപ്പെടുത്തുന്ന പേരാണ്. എല്ലാവർക്കും വേഗത്തിൽ പറയാൻ പറ്റുന്ന പേരാണ്, വേഗത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന പേരാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു എവിടെയെങ്കിലും വെച്ചു, എന്നിട്ടത് കാണുന്നില്ല, അല്ലെങ്കിൽ വെച്ച സ്ഥലം മറന്നു, ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് നോക്കിയാൽ അത് വേഗത്തിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരും. മാത്രമല്ല, ശാരീരികമായ മാനസികമായ ഒരു ഖുവ്വത്തുണ്ടാവാൻ ഈ ഇസ്മ തന്നെ മതി. അപ്പോൾ ഏതാണ് ആ ഇസ്മ, എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്, എന്താണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ മറ്റ് മഹത്വങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു തആല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസം ഇന്ന് വ്യാഴാഴ്ച 29. മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ വെള്ളിയാഴ്ച ശഅബാൻ 1 നിലാവ് കണ്ടില്ല എങ്കിലോ വെള്ളിയാഴ്ച റജബ് 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും പരിശുദ്ധമായ ശഅബാൻ 1. അപ്പോൾ ഏതായാലും മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ശഅബാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതായാലും റജബ് വിട പറയാൻ ഒരുങ്ങുന്നു, ശഅബാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ പുണ്യമായ പവിത്രമായ ഈ സമയത്ത് വരുന്ന ശഅബാൻ മാസത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കി വെക്കേണ്ടത്, ശഅബാൻ മാസത്തെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, ആ കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. അതോടൊപ്പം തന്നെ വിട പറയാനൊരുങ്ങുന്ന റജബ് മാസം, ഈ റജബ് മാസത്തെ നമുക്ക് എങ്ങനെ യാത്രയാക്കാം എന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ റജബ് മാസത്തിൻ്റെ അവസാനത്തെ സമയങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. നമുക്ക് ആ റജബ് മാസത്തിൻ്റെ പുണ്യമായ ഒരു ദുആ അതൊരു 3 വട്ടം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് റജബിലെ മുഴുവൻ ബറക്കത്തും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ? اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പുണ്യമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണയല്ലാ. ഷറഫാകുന്ന ശഅബാൻ ഞങ്ങളിലേക്ക് വരുകയാണ്. ആ ശഅബാനിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണയല്ലാ. ആ ശഅബാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീക്ക് തരണയല്ലാ. അജബാകുന്ന റജബ് കടന്നു പോവുകയാണ്. ഈ റജബിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഈ റജബ് മാസം നിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെപ്പറ്റി അല്ലാഹുവേ നല്ല കാര്യങ്ങൾ പറയുന്ന, അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ.
അപ്പോൾ ഇൻഷാ അല്ലാ ഇപ്പം തന്നെ നമ്മൾക്ക് പറയണം എന്ത്, റജബ് മാസത്തിൻ്റെ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത അമലുകൾ, നാളെയും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിനോട് സ്വീകരിക്കണമെന്ന് ഇപ്പോഴേ നമ്മൾ ദുആരക്കണം. എങ്ങനെ ദുആരക്കണം? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ, പരിശുദ്ധമായ കഅബയെല്ലാം പണി പൂർത്തിയാക്കിയതിന് ശേഷം മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചെയ്ത ദുആയുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. നമ്മളും അത് ദുആരക്കണമെന്നാണ്. നമ്മുടെ നിസ്കാരം കഴിഞ്ഞ്, നോമ്പ് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ദുആ പറയൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആ മസ്റ്റായും ഉറപ്പായും മറന്നു പോവാതെ നമ്മൾ പറയണം. എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ലാ, ഈ സൽക്കർമ്മം നീ കബൂലാക്കണേ അല്ലാ എന്നതിൻ്റെ അർത്ഥം. ഒരു 3 വട്ടം നമുക്കൊന്ന് പറഞ്ഞാലോ ഈ ദുആ? നമ്മൾ ഇത്രയും ദിവസം, പ്രത്യേകിച്ച് റജബ് 1 രാവിലൊക്കെ അല്ലാ എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്തു അല്ലേ, എത്രയോ ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ആ വീഡിയോ ഒക്കെ കണ്ടത്, അൽഹംദുലില്ലാ. പിന്നെ ഈ റജബ് 27 കഴിഞ്ഞ റജബ് 27 രാവിലെ നമ്മൾ ചെയ്ത ദുആ, അതിൻ്റെ ദിക്ർ, അതിൻ്റെ സ്വലാത്ത്, ആ മജ്ലിസൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത, അതുപോലെ ഒരുപാട് നോമ്പ് പിടിച്ചു, ഒരുപാട് സ്വതക്കകൾ കൊടുത്തു, ഓരോ 10 കടന്നു വരുമ്പോഴും വ്യത്യസ്തമായ ദിക്റും സ്വലാത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണം. അങ്ങനെ മനസ്സിൽ കരുതി ഇന്നും നോമ്പുള്ള ആളുകളുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണം. റജബിലെ മാത്രമല്ല, കഴിഞ്ഞുപോയ ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം സ്വീകരിക്കണേ അല്ലാ എന്ന് മനസ്സിൽ കരുതി ഒരു 3 വട്ടം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷറഫാകുന്ന ഷഅബാൻ നമ്മളിലേക്ക് വരുന്നു, അൽഹംദുലില്ലാ. ആ ഷഅബാൻ മാസത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ തയ്യാറാവണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഷഅബാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റജബുൻ ഷഹ്റുല്ലാ ശഅബാനു ഷഹ്രി റമളാനു ഷഹ്റു ഉമ്മത്തി. ഈ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. നബിതങ്ങളുടെ വാക്കാണത്. വീണ്ടും നബിതങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു ഷഹ്റുൻ യുഗ്ഫലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഈമാനായിരിക്കും ആളുകൾക്ക്. ഓ, റജബ് മാസം വരുന്നു, ഭയങ്കര നോമ്പ് പിടുത്തം, അതുപോലെ തന്നെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ദുആ ഒക്കെ ഉണ്ടാകും. പിന്നെ അതിങ്ങനെ കുറഞ്ഞ് പിന്നെ റജബ് കഴിയുമ്പോൾ പിന്നെ തീരെയില്ല. ഷഅബാൻ ആകുമ്പോൾ വലിയ ഒരു ഒച്ചപ്പാടും വേളമൊന്നുമില്ല. ഷഅബാൻ അതങ്ങനെ ഒതുങ്ങി പോകും. പിന്നെ റമളാൻ ആകുമ്പോൾ ഭയങ്കര ഈമാനാണ്. അപ്പോൾ അങ്ങനെ ആവരുതെന്നാണ്. അതായത് റജബ് മാസത്തിൻ്റെയും റമളാൻ മാസത്തിൻ്റെയും ഇടയിൽ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു മാസമായി മാറരുത്. അങ്ങനെ പലരും മാറുന്നുണ്ട്. അങ്ങനെ മാറാൻ പാടില്ലാത്ത വലിയ ശ്രേഷ്ഠത കൊടുക്കേണ്ട മാസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. ഒരുപാട് വെറൈറ്റി ഉള്ള മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളുള്ള മാസമാണ്. ഒരു 7 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഈ ഒരു വെറൈറ്റികൾ പലതരത്തിലുണ്ട്. അതിൽ പെട്ട ഒരു വെറൈറ്റിയാണ് എന്ത്? പരിശുദ്ധമായ ഇസ്ലാം, വിശുദ്ധമായ ദീൻ. ഈ ദീനുമായി ബന്ധപ്പെട്ട് നിരവധി വിധികൾ, ഹുക്കുമുകൾ അല്ലാഹു തആല ഇറക്കിയ മാസമാണ് പരിശുദ്ധമായ ഈ ഷഅബാൻ മാസം. ഒരുപാട് വിധികൾ വന്ന മാസമാണ്. അതായത് ഇനി അടുത്ത മാസം, ഇപ്പോൾ ഷഅബാൻ കഴിഞ്ഞാൽ പിന്നെ റമളാനാണ്. അപ്പോൾ റമളാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന ആ ഒരു വിധി വന്നത് ഷഅബാൻ മാസത്തിലാണ്. റമളാനിലെ നോമ്പ് നിർബന്ധമാണെന്നുള്ള വിധി വന്നത് എപ്പോഴാണ്? ഷഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ സക്കാത്ത്, ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ നിസ്വാബ് എത്തിയാൽ, കണക്കെത്തിയാൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്നും 2.5% സക്കാത്ത് കൊടുക്കണമെന്നുള്ള വിധി, ആ സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ള വിധി വന്നതും ഷഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതായത് 30 ദിവസം നോമ്പ് പിടിച്ചു കഴിഞ്ഞ് റമളാനിലെ നോമ്പ് കഴിഞ്ഞ് പിന്നെ ചെറിയ പെരുന്നാൾ ആഘോഷം, ആ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പുള്ള ടൈം, നോമ്പ് അവസാനിച്ച്
പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പുള്ള ആ ഒരു സമയത്ത് കൊടുക്കേണ്ട ഫിത്ർ സക്കാത്ത്, അരിയൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, ആ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ള വിധി വന്നതും ഇതുപോലെ ഒരു ശഅബാൻ മാസത്തിലാണ്. പിന്നെയോ 2 പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ, ഈ 2 നിസ്കാരം, ആ 2 നിസ്കാരവും സുന്നത്താക്കിയത്, ആ വിധി വന്നതും ഇതുപോലെ ഒരു ശഅബാൻ മാസത്തിൽ. ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരുപാട് വിധിവിലക്കുകളൊക്കെ വന്നത്, അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല കൊടുത്തത്, ഇറക്കി കൊടുത്തത് ഇതുപോലെ ഒരു ശഅബാൻ മാസത്തിലാണ്. പിന്നെയോ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്ത് റസൂലിന്റെ ഉമ്മത്തീങ്ങൾ, അല്ലാഹുവേ ആ മുത്ത് റസൂലിന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ ഹബീബ് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശറാലോകം അല്ലെ, ഖുദാ കെ റൂബറോ ജിസ് ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാപ്പ് ബേട്ടേ കാ ന ബേട്ടാ ബാപ്പ് കാ ഹോഗാ. ആരുമാരെയും തിരിഞ്ഞു നോക്കാത്ത മഹ്ശറ. ഞാൻ എൻ്റെ ഭാര്യയെ നോക്കൂല, എൻ്റെ ഭാര്യ എന്നെ മൈൻഡ് ചെയ്യൂല, ഞാൻ എൻ്റെ മക്കളെ കഴിയൊഴിയുന്ന, എൻ്റെ മക്കൾ എന്നെ മൈൻഡ് പോലും ചെയ്യാത്ത, ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ, നമ്മൾ പരസ്പരം ആരെയും തിരിഞ്ഞു നോക്കാത്ത, മൈൻഡ് ചെയ്യാത്ത, ഒന്ന് കണ്ടാൽ പോലും ചിരിക്കാത്തൊരു സമയമാണ്, സന്ദർഭമാണ് മഹ്ശറ. നമ്മുടെ ഒരു ചാൻ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്, ചെമ്പിൻ്റെ തറയിലാണ് ചവിട്ടി നിൽക്കുന്നത്. നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, അങ്ങനെ ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ അങ്ങനെയാണ് കോടാനുകോടി മനുഷ്യരങ്ങനെ നിരന്ന് നിൽക്കുന്നത്. നല്ല ചൂടാണ്, വിയർപ്പിൽ ആളുകൾ മുങ്ങി കുളിക്കുകയാണ്. ആളുകളുടെ വലതുഭാഗത്ത് സ്വർഗം ഇങ്ങനെ നിൽക്കുന്നു, ഇടതുഭാഗത്ത് നരകം ഇങ്ങനെ നിൽക്കുന്നു, ചുറ്റിനും മലക്കുകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നു. പടച്ചോനെ, നരകത്തിലേക്കെങ്കിൽ നരകത്തിൽ ഞങ്ങളെ ഒന്ന് കടത്തണേ എന്ന് ബേജാറായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു മഹ്ശറ, ആ മഹ്ശറയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക്, നബി തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. നബിയെ, അതിനുള്ള അധികാരം നിങ്ങൾക്കിതാ തന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത മുത്തായ ഹബീബിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത ഒരു മാസമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ശഅബാൻ. പിന്നെയോ തീർന്നോയില്ല, ഇനിയോ മറ്റൊരു പ്രത്യേകത. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബ്, ആ സൂറത്തുൽ അഹ്സാബിലെ ഒരു പുണ്യമായ ആയത്താണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബിയെ, ആ മുത്ത് റസൂലിന് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളും മുത്തായ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ, എന്ന വിശുദ്ധമായ സ്വലാത്ത് ചൊല്ലണമെന്നുള്ള, സ്വലാത്ത് അനിവാര്യമാണെന്നുള്ള ആ ഒരു സന്ദേശം, ആ ഒരു ആയത്ത് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. മറ്റൊരു പ്രത്യേകത, ഖിബില മാറ്റം നടന്ന മാസമാണ് ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കഅബയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, നബിയേ ഇനി നിസ്കരിക്കേണ്ടത് ബൈത്തുൽ മുഖദ്ദസ്. നബി തങ്ങൾ ഹിജ്റ വന്നു, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം അള്ളാഹു പറഞ്ഞു, നബിയെ ഇനി നിങ്ങൾ നിസ്കരിക്കേണ്ടത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക്, ഫലസ്തീനിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ്. അങ്ങനെ നബി തങ്ങൾ 10 മാസം അങ്ങനെ നിസ്കരിച്ചു. നബി തങ്ങൾ അങ്ങനെ 10 മാസം നിസ്കരിച്ചു. ഖിബില മാറ്റി, കാബയായിരുന്നു, കാബയിൽ നിന്നും പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചു. നബി തങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, റബ്ബേ എനിക്ക് കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി. പക്ഷെ നബി തങ്ങൾ അത് പറഞ്ഞില്ല, കാരണം അള്ളാഹിൻ്റെ തീരുമാനമല്ലേ. നബി അത് പറഞ്ഞില്ല. പക്ഷേ നബി തങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സങ്കടം അള്ളാഹു കണ്ടു. എന്നിട്ട് പരിശുദ്ധമായ കാബയിലേക്ക് തന്നെ നിസ്കരിച്ചോ എന്നുള്ള ആ ഒരു വിധി, ആ ഒരു തീരുമാനം അള്ളാഹു തആല അറിയിച്ചു കൊടുത്തത് ശഅബാൻ മാസത്തിലാണ്. ഇന്നും ഹജ്ജിന് പോയ, ഉംറക്ക് പോയ ആളുകൾക്ക് കാണാം, അവിടെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബിലയുള്ള പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചതെന്നാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായതും എപ്പോഴാണ്? ശഅബാൻ മാസത്തിലാണ്. പിന്നെ എന്താണ് പറയുക, ഒരുപാട് വെറൈറ്റികളുള്ള മാസമാണ് ശഅബാൻ, ഒരുപാട് വെറൈറ്റികൾ. ഇന്നഹു തുക്തബു ഫീഹിൽ ആജാൽ, നമ്മുടെ ആയുസ് പുതുക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ എന്നാണ്. നമ്മുടെ ആയുസ് പുതുക്കപ്പെടുന്ന മാസം. അടുത്ത വർഷം വരെ നമ്മൾ ജീവിക്കുമോ? എത്ര കാലം ഇനി ജീവിക്കും?
ഇനി ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത് ഈ ഒരു മാസത്തിലാണെന്നാണ്. ഷഅബാൻ 15 ബറാഅത്ത് അല്ലേ, ബ്രാത്ത് നമ്മൾ പറയാറുണ്ട്. ബറാഅത്ത് രാവ്, ബറാഅത്ത് രാവിൽ 3 യാസീനൊക്കെ ഓതുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. ഒന്നെന്തിനു വേണ്ടിയാ? നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ, ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, പിന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ 3 യാസീൻ ഓതാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു മാസത്തിലാണ് അല്ലാഹു തആല അടുത്ത വർഷം നമ്മൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എത്ര കാലം ഇനി ജീവിക്കണം, അതൊക്കെ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്, പുതുക്കുന്നത് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പുതുക്കം നടത്തുന്നത് ഈ ഒരു ശഅബാൻ മാസത്തിലാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നറിയോ? നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ് അല്ലേ. നമ്മൾ എല്ലാ ദിവസവും പല അമലുകൾ, പല ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. ആ ഇബാദത്തുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നത് ഓരോ ദിവസം എടുത്തു നോക്കിയാൽ രാവിലെയും വൈകിട്ടും അല്ലാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടാറുണ്ട്. ആഴ്ചയിൽ എടുത്തു നോക്കിയാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടാറുണ്ട്. വർഷക്കണക്കെടുത്തു നോക്കിയാൽ അത് പരിശുദ്ധമായ ശഅബാനിന്റെ പകുതി, നിസ്ഫു ശഅബാൻ, ബറാഅത്ത് രാവിലാണ് നമ്മുടെ വർഷാടിസ്ഥാനത്തിൽ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. പിന്നെയോ മറ്റൊരു പ്രത്യേകത, ഈ ഒരു ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ഷഹറുസ്സലാത്തി അലൻ നബിയിൽ മുഖ്താർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. 1 മുതൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 100 സ്വലാത്ത് വീതം ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരാൾ 100 വട്ടം സ്വലാത്ത് ചൊല്ലി, എപ്പോൾ? ശഅബാൻ മാസത്തിൻ്റെ 1 മുതലുള്ള ദിവസങ്ങളിൽ 100 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സ്വലാത്ത് മലക്കുകൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ്. നബിതങ്ങൾ ആ ഒരു സ്വലാത്ത് കണ്ട് സന്തോഷിക്കുന്നതാണ്. മാത്രമല്ല, ഈ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ ഇസ്തിഗ്ഫാർ പറയുന്നതാണ്. പിന്നെയോ പരിശുദ്ധമായ ഈ ഒരു ശഅബാൻ മാസത്തിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സൂറത്ത് ഉണ്ട്. അതേത് സൂറത്താണ്? സൂറത്തുദ്ദുഖാൻ. സൂറത്തുദ്ദുഖാൻ വളരെ പ്രാധാന്യത്തോടുകൂടി പാരായണം ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് ശഅബാൻ. മഹത്തുക്കൾ പറയുകയാണ്, ഒരാൾ പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ പരിപാവനമായ സൂറത്തുദ്ദുഖാൻ, അത് 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ, 1-ാം ആയത്ത് തൊട്ട് 8-ാം ആയത്ത് വരെ 15 വട്ടം ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നരകത്തിൽ നിന്നും അതുപോലെ നിഫാഖിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നെല്ലാം മോചനം കൊടുക്കുന്നതാണ്. സൂറത്ത് ദുഖാന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു ദിവസം 15 വട്ടം ആവർത്തിച്ച് ഇങ്ങനെ ഓതണം. എന്നിട്ടോ ശഅബാൻ 15-ാമത്തെ ദിവസം അത് പരിശുദ്ധമായ സൂറത്ത് ദുഖാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഓതി പ്രത്യേകമായി ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. തഅജീലുൽ ഇജാബ, വേഗത്തിൽ ദുആ അല്ലാഹു തആല ഖബൂലാക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ശഅബാൻ മാസം എന്നാണോ 1 വരുന്നത് അന്നു മുതൽ സൂറത്ത് ദുഖാനിൻ്റെ കാര്യം മറന്നു പോകരുത്. കാരണം നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആഖിബത്തുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിചാരണയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ഒരുപാട് ശിക്ഷകളുമായി അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ, പ്രതിഫലം, മനുഷ്യർക്ക് കിട്ടുന്ന പ്രതിഫലം, അതൊക്കെ ചർച്ച ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് ദുഖാൻ. പിന്നെയോ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. അപ്പോൾ നബി തങ്ങൾ പറയുന്നു, ശഅബാനു ശഹരി മൻ അല്ലമ ശഅബാന, ഒരാൾ എൻ്റെ മാസമാകുന്ന ശഅബാനിനെ ഒരാൾ ബഹുമാനിച്ചാൽ അല്ലമ അംരി, അവൻ എന്നെ ബഹുമാനിച്ചവനെ പോലെയാണ്. വമൻ അല്ലമ അംരി, ആരെങ്കിലും എൻ്റെ കാര്യങ്ങൾ ബഹുമാനിച്ചാൽ, എന്നെ ബഹുമാനിച്ചാൽ ഫറത്തൻ വദുഖറൻ യൗമൽ ഖിയാമ, അവനിക്ക് അല്ലാഹു തആല ആഖിറത്തിൽ എല്ലാവിധത്തിലുള്ള രക്ഷയും സമാധാനവും റാഹത്തും വിജയവും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ. ശഅബാൻ മാസം കടന്നു വന്നാൽ ഒരുപാട് സ്വലാത്താണ് നമ്മൾ ആദ്യമായി ചെയ്യാൻ. സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഒരുപാട് അധികരിപ്പിച്ച് സ്വലാത്ത് ചൊല്ലുക. മാത്രമല്ല ഒരുപാട് ദുആകൾ ചെയ്യുക, ഒരുപാട് ദിക്ർ ഔറാദുകളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസം കടന്നു വന്നാൽ പിന്നെ നമുക്ക് അതൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കുക. എന്താണ് ശഅബാൻ, അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന ശഅബാൻ മാസത്തെ നല്ല അർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 28ാമത്തെ ദിവസമാണ്. ഇന്ന് ബുധനാഴ്ചയാണ്, നാളെ 29. അപ്പോൾ റജബ് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദുആ മറന്നു പോകരുത്. ഏതാണത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അതോടൊപ്പം തന്നെ ഒരു അള്ളാഹുവിൻ്റെ പവിത്രമായ ഒരു ഇസ്മ. ഈ ഒരു ഇസ്മ, അതായത് നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം വേഗത്തിൽ ഖബൂലാവാനും മാത്രമല്ല നമുക്ക് ഒരുപാട് ഇപ്പം ശരീരത്തിന് ആരോഗ്യം വേണം അല്ലേ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിലാണ് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോമ്പ് പിടിക്കാനാണെങ്കിലും നിസ്കരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ദുആ ഇറക്കാനാണെങ്കിലും സ്വതക്ക കൊടുക്കാൻ, എന്തിനും നമുക്ക് ശരീരത്തിന് എന്ത് വേണം? ആരോഗ്യം വേണം. ശരീരത്തിന് ആരോഗ്യം വേണം. അപ്പോൾ ശരീരത്തിന് ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം. ചില ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും, പക്ഷെ എന്താണ്? മനസ്സ് തളർന്നു പോയി, മനസ്സിൽ ഒരുപാട് വിഷമം, ടെൻഷൻ, ഡിപ്രഷൻ, ആർക്കും എന്നെ വേണ്ട, എല്ലാവർക്കും എന്നെ വെറുപ്പാണ്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ അല്ലേ? വെറുതെ അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ മാനസികമായ ശാരീരികമായ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മാറാനും നമ്മുടെ ശാരീരികമായ മാനസികമായ ത്വാക്കത്തുണ്ടാവാൻ അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ളൊരു ഇസ്മാണ് യാ ഖവിയ്യു യാ അല്ലാ എന്നുള്ള ഇസ്മു. യാ ഖവിയ്യു, ശക്തിയുള്ളവനെ. ഖവിയ്യ്, ശക്തി. അതായത് അള്ളാഹുവിൻ്റെ ശക്തിയെ നമ്മൾ പറയുമ്പോൾ അതുപോലെ അള്ളാഹുവിൻ്റെ ശക്തി, ആ ശക്തി കൊണ്ട് നമുക്കും അള്ളാഹു തആല ശാരീരികമായ ശക്തി തരും, മാനസികമായ ശക്തി തരും. ഒരുപാട് ഔലിയാക്കന്മാർ നിത്യമാക്കിക്കൊണ്ടിരുന്ന ഒരു ഇസ്മാണ് യാ ഖവിയ്യു യാ അല്ലാ എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇനിയുള്ള ഈ ദിവസങ്ങളിലൊക്കെ യാ ഖവിയ്യു യാ അല്ലാ, യാ ഖവിയ്യു യാ അല്ലാ, യാ ഖവിയ്യു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഈ ഇസ്മും അത് ഒരു ദിവസം 245 വട്ടം പറയണമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. 245 വട്ടം. കാരണം ഓരോ ഇസ്മിനും വ്യത്യസ്തമായ അതതുകളുണ്ട്, എണ്ണങ്ങളുണ്ട്. ഈ ഒരു ഇസ്മിൻ്റെ 245 വട്ടം ഒരു മനുഷ്യൻ എന്തെങ്കിലും മനസ്സിലൊരു മുറാദ്, ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് ഈ യാ ഖവിയ്യു യാ അല്ലാ എന്ന ഒരാളിങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണോ ഉദ്ദേശം അത് അള്ളാഹു അവനിക്ക് ഖൈറാണെങ്കിൽ അടുപ്പിച്ചു കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഒരു വസ്തു കാണാതെ ആയാൽ, പഴയ വല്ലുമ്മമാരൊക്കെ നമുക്കിത് പറഞ്ഞു തരാറുണ്ട്. ഒരു വസ്തു നമ്മൾ പൈസ എവിടെയെങ്കിലും വെച്ചു കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ കാറിൻ്റെ കീ എവിടെയോ വെച്ച് കാണുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് കാണാതെ പോയാൽ യാ ഖവിയ്യു യാ അല്ലാ ആ ഒരു ഇസ്മിങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് സെർച്ച് ചെയ്താൽ അത് നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്കത് വേഗം കിട്ടുമെന്നാണ്. ഈ ഇസ്മിൻ്റെ ബറക്കത്താണത്. യാ ഖവിയ്യു യാ അല്ലാ, എല്ലാത്തിനും കഴിവുള്ള റബ്ബേ, കഴിവുള്ളവനെ, ശക്തിയുള്ളവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ഇസ്മ മറന്നു പോകരുതേ. അത് ഇന്നും നമുക്ക് പറയാം ഒരുപാട് വട്ടം, പിന്നെ നാളെ പറയാം, ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്കത് നിത്യമാക്കാവുന്നതാണ്. യാ ഖവിയ്യു യാ അല്ലാ എന്ന പുണ്യമായ ഇസ്മ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, എപ്പോഴും ദുആരക്കുക, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, നമ്മുടെ എല്ലാ കാര്യത്തിലും സലാമത്തും ബർക്കത്തും ഉണ്ടാവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിട പറയുന്ന റജബ് മാസത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാനും കടന്നു വരുന്ന ശഅബാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.